ഹലോ, എല്ലാവർക്കും ജാമീസ് വെയറിലേക്ക് സ്വാഗതം. ഇതെന്താ ചോറൊക്കെ ഇട്ടേക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഞാൻ ഇന്ന് കരുതി സാമ്പാർ കറി ഒന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ കറിയും കൂട്ടി കഴിച്ചു വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പും, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും, 10 കൊച്ചുള്ളിയും, അതുപോലെ മത്തനും, നമ്മുടെ വെള്ളരിക്കയും, ക്യാരറ്റും, 2 മുളകും, പിന്നെ വഴുതനങ്ങയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മെയിനായിട്ടുള്ള സാമ്പാർ പരിപ്പിന് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 2 പച്ചമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടെ ഇടാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ കേൾക്കും വരെ വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ചെയ്യാവുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ പരിപ്പ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്ക് എന്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മലക്കറിയും ഇതിൻ്റെ കൂടെ ഇടാം. പുറം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എല്ലാവരും സാമ്പാർ വയ്ക്കുമായിരിക്കും, പക്ഷേ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുകയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതുപോലെ തന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ മലക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്ക് 3/4 ടീസ്പൂൺ കായം ഇടാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുക്കറിൽ വയ്ക്കുന്ന സാമ്പാർ പരിപ്പായാലും വെജിറ്റബിൾസ് ആയാലും എന്തായാലും ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ സാമ്പാർ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം, പിന്നെ കരിവേപ്പില, അതുപോലെ തന്നെ 4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ അളവിൽ പൊടിച്ച ഉലുവ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റെഡിയായിരിക്കുന്ന സാമ്പാറിലേക്ക്, സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ, സാമ്പാറിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സാമ്പാറിനെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടേക്കാം. അതിനുശേഷം നമ്മൾ അടിപൊളി സാമ്പാർ നമ്മുടെ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണോ നമുക്ക് കഴിക്കാം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.